നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ തുടരുമെന്ന് പറയുന്ന സിനിമയെക്കുറിച്ചും അല്ലെങ്കിൽ ആ ഒരു സിനിമയെ ഉൾപ്പെടെയുള്ള മറ്റ് പല സിനിമകളെ കുറിച്ചുമുള്ള ഒരു റിപ്പോർട്ടാണ്. റിപ്പോർട്ടെന്ന് പറയാൻ പറ്റത്തില്ല, എന്റെ ഒരു വിലയിരുത്തലാണ്. അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് കരുതി ചെയ്യുന്ന വീഡിയോയാണ്. ടൈറ്റിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് തുടരുമെന്ന് പറയുന്ന സിനിമയ്ക്ക് വലിയ കാര്യമായിട്ടുള്ള പ്രൊമോഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്ന് രണ്ട് പോസ്റ്ററുകൾ പുറത്തുവിട്ടു, ഒറ്റ ട്രെയിലർ പുറത്തുവിട്ടു. ആ ട്രെയിലറിന് നല്ല മികച്ച അഭിപ്രായം കിട്ടിയെന്നതിനേക്കാൾ അപ്പുറമായിട്ട് വേറെ കാര്യമായിട്ടുള്ള പ്രൊമോഷൻ വർക്കുകളോ അല്ലെങ്കിൽ ചാനൽ ചർച്ചകളോ സംവിധായകൻ ഒന്ന് രണ്ട് ചാനലുകളിൽ കണ്ടുവന്നതിനൊക്കെ അപ്പുറമായിട്ട് വേറെ ഒരു ഗംഭീരമായിട്ടുള്ള മാർക്കറ്റിംഗ് തന്ത്രമൊന്നും കണ്ടില്ല. നമ്മൾ കണ്ട ഈ അടുത്തിടയ്ക്ക് കണ്ട മാർക്കറ്റിംഗിന്റെ അങ്ങേത്തല എന്ന് പറയാവുന്നത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിലായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ തുടരുമെന്ന് പറയുന്ന സിനിമയുടെ ടോട്ടൽ ബഡ്ജറ്റ് ആയിരിക്കാം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷൻ വർക്കുകൾക്ക് വേണ്ടി മാത്രമായിട്ട് മുടക്കിയിരിക്കുന്നുണ്ടാവുന്നത്. എന്നാൽ ഇവിടെ ഈ ഒരു സിനിമ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് റിലീസ് ചെയ്ത് ഞാൻ പുറത്തോട്ട് ഇറങ്ങി എന്റെ ഒരു സുഹൃത്തിന്റെ കടയിൽ കയറി ഇരിക്കുന്ന സമയത്ത് സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഗംഭീര പടമാണ്, തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് പോയി കാണണമെന്ന് പറഞ്ഞപ്പോൾ അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു വെച്ചാൽ, പ്രൊമോഷൻ ഇല്ലാതെ ഇരുന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പടം ഗംഭീരമായിരിക്കും എന്നുള്ള കാര്യം എന്നാണ് പറഞ്ഞത്. അതൊക്കെ നമ്മൾ അംഗീകരിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ചാനലിലെ ഇന്നലത്തെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതിന്റെ കമന്റുകൾ നോക്കുമ്പോഴും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അവിടെ എല്ലാം തന്നെ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കോമൺ ആയിട്ടുള്ള കമന്റ് എന്ന് പറയുന്നത്, എന്റെ ചാനലിലല്ല മറ്റേത് ചാനലുകളിലായാലും നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രൊമോഷൻ ഇല്ലാതെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ചിന്തിച്ചാണ്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായതാണ് സിനിമ നല്ലതായിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മളൊരു വലിയ പ്രൊമോഷൻ കൊടുത്തു വന്ന സിനിമ അട്ടർ ഫ്ലോപ്പ് ആയിട്ട് മാറുന്ന സമയത്ത് കമന്റുകളിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇത്ര പ്രൊമോഷൻ കൊടുത്തപ്പോൾ തന്നെ എനിക്ക് സംശയമുണ്ടായിരുന്നു പടം മോശമായിരിക്കും എന്നുള്ളത്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നതിനെ കുറിച്ചുള്ള ഒരു കാൽക്കുലേഷൻ മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും നിങ്ങളും ഇതുപോലെ തന്നെ ചിന്തിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി നമ്മൾ ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ കാര്യം എടുക്കുക. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ വലിയ ഹെവി പോസിറ്റീവ് കൊടുത്ത സിനിമയാണ്, അല്ലെങ്കിൽ ഹെവി പ്രൊമോഷൻ കൊടുത്ത സിനിമയാണ്. മോഹൻലാലിന്റെ തന്നെ നമ്മുടെ ഭൂതമായിട്ട് വന്ന സിനിമ, ആ ഒരു സിനിമയുടെ പേര് പോലും മറന്നുപോയി. അപ്പോൾ ആ ഒരു സിനിമയുടെ ബറോസിന്റെ പ്രൊമോഷൻ നോക്കുക, ഗംഭീരമായിട്ടുള്ള പ്രൊമോഷൻ വർക്കുകളാണ് കൊടുത്തത്. പക്ഷെ ആ സിനിമ ആകെ നേടിയത് ഏതാണ്ട് 4 കോടി രൂപയോളം മറ്റോ ആണ്. അതുപോലെ തന്നെ മറ്റു പല സിനിമകളും ഗംഭീരമായിട്ടുള്ള പ്രൊമോഷൻ കൊടുക്കുന്നു, ഗംഭീരമായിട്ടുള്ള വിജയങ്ങളായി മാറുന്നു. എന്നാൽ നേരെ തിരിച്ച് പ്രൊമോഷൻ കൊടുക്കാത്ത സിനിമകൾ എടുക്കുക. ഉദാഹരണത്തിന് മമ്മൂട്ടിയുടെ കുറെ സിനിമകൾ എടുക്കുക, ഈ അടുത്തിടയ്ക്ക് സക്സസ് ആയി പോയ പല സിനിമകളും എടുക്കുക. സിനിമകൾക്കൊന്നും തന്നെ യാതൊരുവിധ പ്രൊമോഷനും കൊടുത്തിട്ടില്ല. ഒരുപക്ഷെ സ്ഥിരമായിട്ട് സിനിമാ വാർത്തകൾ കാണാത്ത മമ്മൂട്ടി ആരാധകർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ആ സിനിമ ഇന്നാണ് റിലീസ് എന്നുള്ളത്. പക്ഷെ ആ സിനിമ റിലീസ് ചെയ്യുന്ന ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നു, ഹെവി ആയിട്ട് പടം ഹിറ്റായി മാറുന്നു. ഈ ഒരു സംഭവങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെയാണ് പ്രേക്ഷകർക്കിടയിൽ ഇങ്ങനെ ഒരു ചിന്ത വരുന്നതും. അതായത് ഹെവി പ്രൊമോഷൻ കൊടുക്കുന്ന സിനിമകൾ വളരെ മോശമായിരിക്കും, അതുകൊണ്ട് തന്നെയാണ് അവർ അത്രയും പ്രൊമോഷൻ കൊടുക്കുന്നത്. പ്രൊമോഷൻ ഇല്ലാതെ വരുന്ന സിനിമകൾ നല്ല സിനിമകളായിരിക്കും, അതിന് പ്രൊമോഷന്റെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ആളുകൾ കയറുമെന്നുള്ള വിശ്വാസം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കുണ്ട് എന്നുള്ളൊരു തോന്നുന്നത്. പക്ഷെ സത്യത്തിൽ അതാണോ സംഭവിക്കുന്നത്? എന്റെ അഭിപ്രായത്തിൽ അല്ല എന്നാണ് പറയേണ്ടത്. പ്രൊമോഷൻ കൊടുത്തതുകൊണ്ട് സിനിമ പരാജയപ്പെടുകയോ പ്രൊമോഷൻ ഇല്ലാത്തതുകൊണ്ട് സിനിമ വിജയിക്കുകയോ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഏറ്റവും 2 വലിയ ഉദാഹരണം നമുക്ക് തൊട്ടടുത്ത് തന്നെയുണ്ട്. ഒന്ന് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയാണ്. ഹെവി പ്രൊമോഷൻ കൊടുത്തു, ഹെവി കളക്ഷൻ കിട്ടി, സിനിമ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറി. തൊട്ടടുത്ത് തന്നെ റിലീസ് ചെയ്ത ബസൂക്ക എന്ന് പറയുന്ന സിനിമ യാതൊരുവിധ പ്രൊമോഷനും ഉണ്ടായിരുന്നില്ല, സിനിമയ്ക്ക് മിക്സഡ് റിവ്യൂസ് ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ല, നെഗറ്റീവ് റിവ്യൂസ് തന്നെയാണ് അധികവും കിട്ടിയത്. സിനിമ തിയേറ്ററിൽ പരാജയമായിട്ട് മാറുന്നു. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ പ്രൊമോഷൻ കൂടുതൽ കൊടുത്ത എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ പരാജയപ്പെടുകയും പ്രൊമോഷൻ ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തിയ ബസൂക്ക എന്ന് പറയുന്ന സിനിമ വിജയമായി മാറുകയും ചെയ്യേണ്ടതാണ്. പക്ഷെ അങ്ങനെ സംഭവിക്കാതിരുന്നതിന്റെ കാരണം എന്ന് പറയുന്ന സിനിമകളുടെ ക്വാളിറ്റി തന്നെയാണ്. പിന്നെ എമ്പുരാന്റെ വിജയത്തിന് വേറെ കുറെ കാര്യങ്ങൾ കൂടിയുണ്ട്, സിനിമയ്ക്ക് അപ്പുറമുള്ള കുറെ കളികൾ കൂടിയൊക്കെ ഉണ്ടായിരുന്നു. അതെന്ത് തന്നെയാലും അത് ആ സിനിമയ്ക്ക് കിട്ടിയ ഭാഗ്യം
ഭാഗ്യമെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ പ്രൊമോഷൻ യഥാർത്ഥത്തിൽ വരുന്നത് ഹെവി ബഡ്ജറ്റ് വരുന്ന സിനിമകളെ സംബന്ധിച്ച് ഇപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബറോസ് എന്ന് പറയുന്ന സിനിമ, ഈ സിനിമകൾക്കൊക്കെ ഹെവി ബഡ്ജറ്റ് വന്നിരിക്കുന്നു. ഓൾറെഡി 50 കോടി 60 കോടിക്ക് മുകളിലേക്ക് ബഡ്ജറ്റ് പോയി കഴിഞ്ഞ ഏത് സിനിമയായാലും ആ സിനിമ 50 കോടി വേണ്ട 30 കോടി രൂപ ബഡ്ജറ്റ് വന്ന ഒരു സിനിമ മലയാളത്തിൽ നിന്ന് ലാഭം നേടുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. തിയേറ്റർ പ്രോഫിറ്റ് ആയിട്ട് മാറുന്ന ഒരു കാര്യമല്ല. 30 കോടി ബഡ്ജറ്റ് വന്ന ഒരു സിനിമ, അതിനകത്ത് ഇപ്പോൾ നായകനായിട്ട് വരുന്ന മോഹൻലാൽ ആയാലും മമ്മൂട്ടി ആയാലും 30 കോടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ സിനിമ മിനിമം ഒരു 90 കോടിയെങ്കിലും ഒരു 80 കോടിക്ക് മുകളിലെങ്കിലും ഓടിയാൽ മാത്രമേ, കേരള ബോക്സ് ഓഫീസിൽ ഓടിയാൽ മാത്രമേ സിനിമ തിയേറ്റർ ഹിറ്റായി മാറി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയും വലിയ ബഡ്ജറ്റിൽ വരുന്ന ഇപ്പോൾ 30 കോടി എന്ന് പറയുന്നതൊക്കെ ഇപ്പോൾ മലയാള സിനിമയിൽ ഇപ്പോൾ മോഹൻലാൽ സിനിമകളൊക്കെ 30-ന് മുകളിൽ പോയി 50-ന് മുകളിൽ പോയി 100-ന് മുകളിൽ വരെ വന്ന സിനിമകളുണ്ട്, എമ്പുരാനൊക്കെ. അപ്പോൾ ആ സിനിമകളൊന്നും ഒരിക്കലും തിയേറ്ററിൽ നിന്ന് ലാഭം കിട്ടുമെന്ന് അവർക്ക് യാതൊരുവിധ പ്രതീക്ഷയുമില്ല. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് സിനിമയുടെ സാറ്റലൈറ്റ് റേറ്റ്, OTT റേറ്റ് ഇതൊന്നും സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് വിറ്റ് പോകുന്നില്ല. ഈ മോഹൻലാൽ മമ്മൂട്ടി സിനിമകൾ ഒഴിച്ച് ബാക്കി മമ്മൂട്ടിയുടെ സിനിമകൾ പോലും ഇപ്പോൾ ലാസ്റ്റ് 2 പടങ്ങൾ വിറ്റ് പോയിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ സിനിമകൾക്ക് പ്രൊമോഷൻ കൂടുതലായിട്ട് കൊടുക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ഹെവി പ്രൊമോഷൻ കൊടുക്കുകയും സിനിമയ്ക്ക് ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ വലിയ കൂടുതലായിട്ടുള്ള ആളുകൾ കേട്ടുകയും ചെയ്താൽ സിനിമയ്ക്ക് നല്ല റെസ്പോൺസാണ്. ഏത് സിനിമ എടുക്കുന്ന പ്രൊഡ്യൂസറായാലും സംവിധായകനായാലും നടനായാലും ആ സിനിമ മോശമാണ് അല്ലെങ്കിൽ ആവറേജ് ആണ്, എബവ് ആവറേജ് ആണ്, ബിലോ ആവറേജ് ആണെന്ന് കരുതിയിട്ടല്ല ആ സിനിമ എടുക്കുന്നത്. അവർ ആ സിനിമ നല്ലതാണെന്ന് കരുതിയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ആ സിനിമ ഹിറ്റാകുമെന്ന് കരുതിയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ആ സിനിമ എടുക്കുന്ന സമയത്ത് അവർക്കറിയാം ഇതിന്റെ ബഡ്ജറ്റ് ഇത്രയാകുമെന്നുള്ളത്. ചില സമയങ്ങളിൽ ഈ പറഞ്ഞ മാതിരിയുള്ള സംവിധായകൻ ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ നിങ്ങൾ കാണാൻ സാധിക്കും. അതായത് 4 കോടി മുടക്കിയ പറഞ്ഞ സിനിമയ്ക്ക് 20 കോടി ബഡ്ജറ്റൊക്കെ ആയി എന്നുള്ളൊരു വിവാദമൊക്കെ ഈ അടുത്തിടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളിൽ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈ ആദ്യം പ്ലാൻ ചെയ്ത ബഡ്ജറ്റ് അതിൽ നിന്ന് ചെറിയ മാറ്റം അങ്ങോട്ടൊക്കെ ഉണ്ടാകാമെന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് ആ ഒരു സംഭവത്തിൽ തന്നെയായിരിക്കും പടം തീരുന്നത്. അപ്പോൾ അവർക്ക് നേരത്തെ അറിയാം ഈ സിനിമ ബഡ്ജറ്റ് ഹെവി ആയിരിക്കും എന്നുള്ളത്. അങ്ങനെ വരുന്ന സിനിമകൾക്ക് ഈ പറഞ്ഞ മാതിരിയുള്ള ഹെവി പ്രൊമോഷൻ കൊടുക്കുകയും ആദ്യ ദിവസങ്ങളിൽ തന്നെ അല്ലെങ്കിൽ ആദ്യത്തെ ഷോസിൽ തന്നെ മാക്സിമം റിട്ടേൺ എടുക്കുകയും ചെയ്യുകയും ആ സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുകയാണെങ്കിൽ പിന്നീടുള്ള 2-3 ദിവസം കൊണ്ട് ആദ്യത്തെ വീക്കെൻഡിൽ തന്നെ നല്ല ഒരു രീതിയിലേക്കുള്ള ഒരു കളക്ഷൻ ഉയർത്തുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ സാറ്റലൈറ്റ് റേറ്റ്, OTT റേറ്റ് ഒക്കെ പിന്നീടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർക്ക് വില പേശാൻ നല്ലൊരു സാഹചര്യമായിരിക്കും. കാരണം സിനിമയ്ക്ക് നല്ല പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി, പടം ഇത്രേ ദിവസം കൊണ്ട് ഇത്രയധികം കളക്ഷൻ നേടി, ഇനിയും പടം മുന്നോട്ട് പോകും എന്നൊക്കെ പറയുന്ന സമയത്ത് നല്ല രീതിയിലുള്ള സാമ്പത്തിക ലാഭം നേടിയെടുക്കാൻ അവർക്ക് സാധിക്കും. അതാണ് ഈ പ്രൊമോഷൻ കൊണ്ടുണ്ടാവുന്നത്. ഇനി പ്രൊമോഷൻ കുറവുള്ള സിനിമകൾ നിങ്ങൾ നോക്കിയാൽ അറിയാൻ സാധിക്കും. തുടരും പോലെയുള്ള ബഡ്ജറ്റ് കുറഞ്ഞ ഈ അടുത്ത കാലത്ത് മോഹൻലാൽ വാങ്ങിയതിൽ വെച്ച് ഏറ്റവും കുറവ് പ്രതിഫലം വാങ്ങിയ സിനിമയാണ് തുടരും എന്നുള്ളൊരു വാർത്ത തുടക്കം തന്നെ ഉണ്ടായിരുന്നു. രജപുത്ര രഞ്ജിത്താണ് പടം പ്രൊഡ്യൂസ് ചെയ്തത്. ഒരു പക്ഷെ അവർ തമ്മിലുള്ള സൗഹൃദത്തിന്റെ പുറത്തായിരിക്കാം ഈ ഒരു സിനിമയിൽ മോഹൻലാൽ പൈസ കുറച്ച് വാങ്ങിയത് എന്നുള്ളൊരു വാർത്തകൾ തുടക്കം തന്നെ ഉണ്ടായിരുന്നു. നമ്മളത് ഏകദേശം ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പേ ഈ സിനിമയുടെ ആരംഭത്തിന്റെ സമയത്ത് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് വാർത്ത ചെയ്തതാണ്. കാരണം ആ സമയത്ത് തന്നെ നമുക്ക് അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് കിട്ടിയിരുന്നു. അപ്പോൾ ഇപ്പൊ തുടരും എങ്ങനെ പോയാലും ഈ പറഞ്ഞ ബഡ്ജറ്റ് മോഹൻലാലിന്റെ പ്രതിഫലം കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സിനിമയുടെ ബഡ്ജറ്റ് ഏകദേശം 20 കോടി രൂപ റേഞ്ചിൽ തന്നെ വന്ന് നിന്നിട്ടുണ്ടാവും. കഴിഞ്ഞ ഒരു 10-20 സിനിമ എടുക്കുകയാണെങ്കിൽ 10 സിനിമ കുറഞ്ഞെടുക്കുകയാണെങ്കിൽ മോഹൻലാലിന്റെ ഒരു സിനിമ പോലും ഈ 20 കോടി ബഡ്ജറ്റിൽ ഒതുങ്ങിയിട്ടില്ല എന്നുള്ളത് ഓർക്കുക. ഏറ്റവും കുറഞ്ഞ സിനിമ എന്ന് പറയുന്നത് തന്നെ ആറാട്ട് എന്ന് പറയുന്ന സിനിമയാണ്. അത് ഏതാണ്ട് 23-24 കോടി രൂപയോളം ബഡ്ജറ്റ് വന്നു. അപ്പോൾ 20 കോടിയോ അല്ലെങ്കിൽ അതിൽ താഴെയോ ബഡ്ജറ്റ് വരുന്ന ഒരു സിനിമ ഈ അടുത്ത കാലത്ത് മോഹൻലാൽ അഭിനയിച്ചിട്ടില്ല. അപ്പോൾ ഒരു മോഹൻലാൽ സിനിമയെ സംബന്ധിച്ച് അതൊരു ലോ ബഡ്ജറ്റ് സിനിമയായിട്ട് തന്നെ നമുക്ക് ഇപ്പോൾ കണക്ക് കൂട്ടാം. അപ്പോൾ അങ്ങനെ ഒരു സിനിമയ്ക്ക് പ്രൊമോഷൻ കൊടുക്കാതെ തന്നെ സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ ആദ്യ ദിവസങ്ങളിൽ കിട്ടും. ഇപ്പോൾ ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ 5.25 കോടി രൂപയാണ് വന്നിരിക്കുന്നത്. പ്രൊമോഷൻ കൊടുത്തിരുന്നെങ്കിൽ അതൊരു 8 കോടി രൂപയായേനെ. പക്ഷെ ആ പ്രൊമോഷന് വേണ്ടി ഏകദേശം 10 കോടി രൂപയോളം മുടക്കേണ്ടി വരും. മോഹൻലാൽ സിനിമയാണ്. അപ്പോൾ അത്ര ഹെവി ബഡ്ജറ്റിലേക്ക് അപ്പോൾ പിന്നെയും ബഡ്ജറ്റ് കൂടുന്നു. ടോട്ടൽ ബഡ്ജറ്റ് പറയുമ്പോൾ 30 കോടിയിലേക്ക് പറയേണ്ടി വരുന്നു. അപ്പോൾ 30 കോടി എന്ന് പറയുന്നത് തിയേറ്ററിൽ നിന്ന് ഓടി കിട്ടുന്നതിനേക്കാൾ വളരെയധികം എളുപ്പമാണ് ഈ പറഞ്ഞ 20 കോടി ബഡ്ജറ്റ് എന്ന് പറയുന്നത്. 30 കോടിക്ക് ഏകദേശം 80 കോടിക്ക് മുകളിൽ കളക്ഷൻ വരണമെന്നുണ്ടെങ്കിൽ 20 കോടി ബഡ്ജറ്റ് വരുന്ന സിനിമ ഏകദേശം 50 കോടിക്ക് മുകളിൽ 50-55 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഓടി കിട്ടിയാൽ തന്നെ ചിത്രം തിയേറ്റർ പ്രോഫിറ്റ് ആയിട്ട് മാറി എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ അത്രയും
പെർഫെക്റ്റ് ആയിട്ട് അവർ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിനിമ, അതിന് ബഡ്ജറ്റ് കുറവാണ്, ഇനി അത് പ്രൊമോഷൻ ചെയ്ത് ബഡ്ജറ്റ് കൂട്ടേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കും അവർ അങ്ങനെ തീരുമാനിക്കാത്തത്. പിന്നെ സിനിമ നല്ല ഹെവി റെസ്പോൺസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി OTT സാറ്റലൈറ്റ് ഒക്കെ നല്ല രീതിയിൽ വിറ്റുപോകും. ഇതിന്റെ സാറ്റലൈറ്റ് നേരത്തെ വിറ്റുപോയതാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു സംഭവമാണ്. അതായത് ബഡ്ജറ്റ് കുറഞ്ഞ സിനിമകളാണ് സാധാരണ രീതിയിൽ പ്രൊമോഷൻ കുറവായിട്ട് കാണുന്നത്. മമ്മൂട്ടിയുടെ ഈ അടുത്തിടയ്ക്ക് വലിയ വിജയങ്ങളായി മാറിയ സിനിമകൾ, പ്രൊമോഷൻ ഇല്ലാതെ വന്ന സിനിമകളെല്ലാം തന്നെ 20 കോടി ബഡ്ജറ്റിൽ ഒതുങ്ങിയ സിനിമകളാണ്. 20 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് പോയിട്ട് പ്രൊമോഷൻ കൊടുക്കാതിരുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ബസൂക്ക മാത്രമാണ്. അത് എന്തുകൊണ്ട് കൊടുത്തില്ല എന്നതിനെ കുറിച്ച് നമ്മൾ ആ സമയത്ത് തന്നെ വലിയ കാര്യമായിട്ട് ചർച്ചകൾ ചെയ്തതാണ്. എന്ന് തന്നെയായാലും ഈ പറഞ്ഞ മാതിരി പ്രൊമോഷൻ കൊടുക്കാത്തത് കൊണ്ട് ഒരു പടം വിജയിക്കുകയോ പ്രൊമോഷൻ കൊടുത്തത് കൊണ്ട് ഒരു പടം പരാജയപ്പെടുകയോ ചെയ്യില്ല. പ്രൊമോഷൻ കൊടുക്കുന്നത് ഹെവി ബഡ്ജറ്റ് വരുന്ന സിനിമകൾ എങ്ങനെയെങ്കിലും അത് റിട്ടേൺ എടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അവർ ആ വലിയ ബഡ്ജറ്റ് പടം ചെയ്യുമ്പോൾ പ്രൊമോഷനുള്ള മറ്റൊരു ബഡ്ജറ്റ് കൂടി അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ചെറിയ ബഡ്ജറ്റിൽ സിനിമകൾ വരുമ്പോൾ, അത് പ്രത്യേകിച്ച് മോഹൻലാൽ, മമ്മൂട്ടി പോലുള്ള വലിയ താരങ്ങളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടല്ലോ. പടം ഒരു ആവറേജ് കിട്ടിയാൽ പോലും ഈ മോഹൻലാലിന്റെ ആയാലും മമ്മൂട്ടിയുടെ ആയാലും സിനിമകൾ തിയേറ്ററിൽ ഒരു നല്ലൊരു കളക്ഷൻ നേടിയെടുക്കും. ആ ഒരു കളക്ഷനിലൂടെ തന്നെ സിനിമ തിയേറ്റർ പ്രോഫിറ്റായി മാറുമെന്ന് അവർക്ക് വിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ പ്രൊമോഷൻ കൊടുക്കേണ്ട കാര്യമില്ല. അതാണ് സംഭവിക്കുന്നത്. ചെറിയ ഒരു സിനിമയും ചെറു ബഡ്ജറ്റിൽ വരുന്ന ഒരു സിനിമയും ഹെവി പ്രൊമോഷൻ കൊടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ബഡ്ജറ്റ് കൂടിയ സിനിമകളിൽ പ്രൊമോഷൻ കൊടുക്കാതെ ഇറക്കുക എന്ന് പറയുന്നത് വളരെ വലിയ മണ്ടത്തരമായിരിക്കും എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.